നിങ്ങളുടെ LDF-ലുള്ള ഘടകകക്ഷികളുണ്ടല്ലോ, ആ ഘടകകക്ഷികളിൽ പല ഘടകകക്ഷികൾക്കും ഞങ്ങളുടെ അത്രയും സീറ്റ് ധാരണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. CPM ഇടതുപക്ഷത്തിൽ CPM, CPI, ജനതാദൾ, കേരള കോൺഗ്രസ് അന്ന് ഇല്ല. ബാക്കിയുള്ള കക്ഷികളെടുത്താൽ ഞങ്ങളത്രയും ധാരണ നിങ്ങൾ ഒരു ഘടകകക്ഷിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു മൂലക്ക് നടന്ന ധാരണയാണോ? എന്താണ് പറയുന്നത്? കോടിയേരി സഖാവ് ഏതോ ഒരു ചർച്ച നടത്തുന്ന ഒരാളാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇവിടെ ഒരു പുകമറയുണ്ടാക്കിയിട്ട് നടന്ന ഒരു വസ്തുതയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എൻ്റെ കയ്യിലൊരു ചിത്രമുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ക്യാമറ ഒന്ന് പിടിച്ചു നോക്കൂ. 2015 തൃച്ചി നടന്ന ബൈ ഇലക്ഷനിൽ CPIM-ന്റെ വേദിയിൽ പ്രസംഗിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ തമിഴ്നാട് പ്രസിഡന്റ് SN സിക്കന്ദറ. CPIM-ന്റെ വേദിയിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തുകയാണ്. ഇതാണ് ഇന്ത്യ. ഒരു കാര്യം പറയാ, ഡയറക്റ്റാണ് ചോദ്യം. VD സതീശൻ പറഞ്ഞു നിങ്ങൾ നിലപാട് മാറ്റി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു. അതിനൊരു മറുപടി പറയാൻ വെല്ലുവിളിക്കുകയാണ്. ഗതികേടല്ല നിങ്ങൾക്ക് ഉത്തരവില്ലാത്തത്? VD സതീശൻ പറഞ്ഞു നിങ്ങൾ മതരാഷ്ട്രീയം മാറ്റി. ഒരു ഉത്തരം പറയൂ, ബാക്കിയെല്ലാ ഉത്തരവും ഞങ്ങൾ പറയാം. ഇതിനാദ്യം ഉത്തരം പറയും. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ മറുപടി നൽകും. സതീശന്റെ നേതാക്കളോട് ചോദിച്ചാൽ അവർ പറയും. വെൽഫെയർ പാർട്ടിയുടെ ഞാൻ 2011 ഞാൻ CPM-ഉം വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ധാരണയെ കുറിച്ചാണ് പറയുന്നത്. മറ്റേതെങ്കിലും മതസംഘടനയുടെ പ്രതിനിധിയല്ല നിങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതാണ്. അതും നിങ്ങളിപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയില്ല. അത് അല്ലല്ലോ, ഒരു സെക്കൻഡ്, അത് ജമാഅത്ത് എന്ന് പറയട്ടെ എന്ന് സതീശനാണ് മറുപടി കൊടുക്കേണ്ടത്. അല്ലല്ല, ചോദ്യം നേരിട്ടുള്ളതാണ്. സതീശൻ പറഞ്ഞതിനോടുള്ള മറുപടിയാണ് വേണ്ടത്. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, ആരോട് ഏതിന്റെ പ്രതിനിധിയോടാണ് സംസാരിക്കുന്നത്? സതീശന് മറുപടി കൊടുക്കുന്നേ. ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, സതീശന് മറുപടി കൊടുക്കുന്നേ. അയാൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സതീശൻ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞോ? എങ്കിൽ ഞാൻ മറുപടി കൊടുക്കും. സതീശൻ അല്ല, ആര് പറഞ്ഞാലും ഞാൻ മറുപടി കൊടുക്കും. വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഞാൻ മറുപടി പറയും. നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് PD സതീശൻ പറഞ്ഞിട്ടുള്ള പരാമർശം എന്നോട് ചോദിക്കൂ. അങ്ങനെയാണെങ്കിൽ 2011 മുതലുള്ള കഥയെ ഷഫീഖ് ഇവിടെ നിന്ന് പറയാവൂ. അങ്ങനെയല്ലല്ലോ ചെയ്തത്. 78 അധ്യായങ്ങൾ തുറന്നില്ലേ? അല്ലല്ല, 78 അധ്യായമൊക്കെ തുറന്നു. ഇല്ല, ഇത്ര അതിവേഗത്തിലുള്ള മറവി എന്നത് ഒരു രാഷ്ട്രീയ ഉപായമായി എടുത്തോളൂ. നിങ്ങൾ നൗഷാദ് അലിയാണ് അല്ലെന്നേ.